നമസ്തേ, ഞാൻ അനൂപ് പെരുമ്പാവൂർ. പ്രകൃതിദത്തമായിട്ട് മനുഷ്യന് കിട്ടുന്ന സമീകൃത ആഹാരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മുലപ്പാലാണ്. രണ്ടാം സ്ഥാനത്തുള്ള ഒന്നാണ് തേൻ. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന തേനാണ് ആ രണ്ടാം സ്ഥാനത്തുള്ള പട്ടികയിൽ വരുന്നത്. അപ്പോൾ അത്രത്തോളം ബെറ്ററായിട്ടുള്ള ഏറ്റവും നല്ല പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് തേൻ എന്ന് പറയുന്നത്. നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ്. നമുക്ക് ചെറുപ്പത്തിൽ ഒരു 1-2 വയസ്സൊക്കെ വരെ നമുക്ക് മുലപ്പാൽ കിട്ടുമെങ്കിൽ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഏക പദാർത്ഥം തേൻ എന്ന് പറയുന്നത്. അത്രത്തോളം പ്രാധാന്യമാണ് തേനിനുള്ളത്. പ്രകൃതിദത്തമായിട്ട് തേനീച്ച നമുക്ക് നൽകുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുവാണ് തേൻ എന്ന് പറയുന്നത്. അപ്പോൾ തേനിൽ തന്നെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളത്. പ്രധാനമായിട്ടും കർഷകരുടെ അടുത്തുനിന്ന് തേൻ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല തേൻ കിട്ടാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വിശ്വാസമുള്ള നമുക്കറിയാവുന്ന കർഷകരുടെ അടുത്തുനിന്ന് തേൻ വാങ്ങുകയാണെങ്കിൽ നല്ല ശുദ്ധമായ തേൻ നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ തേനീച്ച കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം തേൻ കിട്ടുന്നുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നിന്ന് തേൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല തേൻ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ അത് എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ, ആ സമയത്ത് മാക്സിമം വാങ്ങി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർഷത്തേക്കുള്ള തേൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് തേനീച്ചയുടെ സീസൺ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വർഷത്തിലൊരിക്കലാണ് നമുക്ക് തേൻ കിട്ടുന്ന ഒരു സീസൺ എന്ന് പറയുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് തേൻ നമുക്ക് കിട്ടുന്നത്. ആ ഒരു സമയത്തൊക്കെ കൂടുതലായിട്ട് നമുക്ക് ആ ഒരു വർഷത്തേക്കുള്ള തേനൊക്കെ നമ്മൾ ഒന്നിച്ച് വാങ്ങി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് കുറേശ്ശെ എടുത്ത് അത് കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളെ സംബന്ധിച്ച് കേടാവാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്രകൃതിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു, നമുക്ക് കിട്ടുന്ന ഭക്ഷ്യവസ്തുക്കളിലെ ഏറ്റവും അമൂല്യമായ വസ്തു തേനാണ്. അപ്പോൾ അത്തരത്തിൽ തേൻ കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളെല്ലാം നമുക്ക് ആ ഒരു തേനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് തേൻ ഡെയിലി ശീലമാക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കളിൽ ഒരുപാട് മായം കലർന്നതും ഒരുപാട് കെമിക്കൽസും അല്ലേ, നിറത്തിന് മണത്തിന് കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള കെമിക്കൽസൊക്കെ ചേർത്ത സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. നാച്ചുറലായിട്ട് കേടാവാതിരിക്കുന്ന ഏക പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തേനാണ്. പണ്ട് ഈജിപ്തിലൊക്കെ പിരമിഡുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്, കാരണം ആ ബോഡി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് തേനിലിട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് പറയണത്. അപ്പോൾ അതിനകത്ത് പല കൂട്ടുകളും ചേർത്തിട്ടൊക്കെയാണ് അവർ ചെയ്തത് അന്ന്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് കേടാവാതെ സൂക്ഷിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് തേൻ. അത് നാച്ചുറലായിട്ട് കേടാവാതെ സൂക്ഷിച്ച് വയ്ക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് തേൻ. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമാണ് തേനിനുള്ളത്. അതിനകത്ത് വേറെ മായങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് വിപണിയിൽ കിട്ടുന്ന പല സാധനങ്ങളിലും നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ വഴിവെക്കിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ പലതും അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെന്നുള്ളതാണ് പലപ്പോഴും അനുഭവങ്ങൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരുടെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെയൊക്കെ കടകളിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പ്രൊഡക്റ്റുകൾ. നമുക്കറിയാം, ഞാൻ തേനിപ്പോൾ ഒരു 10 കുപ്പി കടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ആ 10 കുപ്പി തേൻ ആ കടയിൽ തീരുക. പക്ഷേ അതേസമയം തന്നെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന കർഷകനായ എൻ്റെ അടുത്ത് നിന്ന് അത്തരത്തിൽ നല്ല രീതിയിൽ തേൻ വിറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പം കർഷകരുടെ അടുത്തു നിന്നാണ് കൂടുതലും ആളുകൾ ആ രീതിയിൽ തേൻ കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പരിധിവരെ കൂടുതലും കർഷകരുടെ അടുത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് കർഷകനുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനം എന്ന് പറയുന്നത്. കാരണം ഇടനിലക്കാരില്ലാതെ കർഷകരുടെ നിന്ന് നേരിട്ട് ആ പ്രൊഡക്റ്റ്, ആ ഉൽപ്പന്നം നേരിട്ട് ആവശ്യക്കാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതിനകത്ത് വേറെ മായം ചേർക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ആ കർഷകന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ കർഷകന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് അത്തരത്തിൽ തേൻ കർഷകരുടെ അടുത്ത് നിന്ന് നേരിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്.